നമസ്കാരം. രാമായണ പാരായണത്തിലെ ഇന്ന് 23-ാം ദിവസമാണ്. അപ്പൊ 23-ാം ദിവസത്തെ പേജുകളാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണ, ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. യുദ്ധകാന്ഡം. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമനാരായണ, നാരായണ രാമനാരായണ ഹരേ, രാമ രാമ രമണ ത്രിലോകീപദേ, രാമ സീതാഭിരാമ ത്രിദശ പ്രഭു, രാമലോകാഭിരാമ പ്രണവാത്മക, രാമ നാരായണാത്മാ രാമ ഭൂപദേ, രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്ക് സൗമ്യമില്ലേതുമേ, രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്ക് സൗമ്യമില്ലേതുമേ, ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരുരാമായണ യുദ്ധം മനോഹരം, ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിനിയും ചാരുരാമായണം യുദ്ധം മനോഹരം, യുദ്ധമാകർണ്യക്കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കെട്ടിടുവാനെങ്കിലും, ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ, ചന്ദ്രനനെ ചെവിതന്ന മുദാരാമ ചന്ദ്രചരിതം പവിത്രം ശൃണുപ്രീ. ശ്രീരാമാദികളുടെ നിശ്ചയം. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ, താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ, മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിൽ ലാരൂഢമോദാലരുൾ ചെയ്തിതാതരാൽ, ദേവകളാലും അസാധ്യമായുള്ളോന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും, ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ദി ശതയോജനയായതം ശ്രമം, ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചൊട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തന് മെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം, വാദാത്മജൻ പാലിച്ചിതു ദൃഢം. അങ്ങനെയായെല്ലാം ഇനിയുമുട നെങ്ങനെ വാരിധിയെ കടന്നിടുന്നു, നക്രമകര ചക്രാതി പരിപൂർണം ഉഗ്രമായുള്ള സമുദ്രം കടന്നു പോയായി
രാവണനെ പടയോട് മുടക്കി ഞാൻ ദേവിയെന്നു കാണുന്നിത് ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാറാശു ചൊല്ലിയിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേ മനസ്സി, ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ചുരരിക്കാണായി വാനര സഞ്ചയം അഗ്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടും. പിന്നെയാ ചൊല്ലുന്നവരില്ലവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരവിനി കളയാതെ രഘുപതി. ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലെ നിൽക്കുന്നിതു രാഘവൻ. രാഘവൻ നിന്തിരു മുമ്പിൽ മാരേണ സ്ത്രീഷം ചൂഷണം ചെയ്തു ജലധി സത്വരം ചെയ്തു ബന്ധിക്കലും ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ, നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതി. ഭക്തിശക്തിയന്വിത മിത്രപുത്രോക്തികളിത്തമാകർണ്യ കാകുൽസ്തനും കൽഷണേ. മുമ്പിലം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസ്സാ ഭവാൻ. എന്നത് കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർ നാത്യുന്നതമതിൽ മൂർധനിലങ്കാപുരം. പ്രാണഭയമില്ല യാത്ര ജനങ്ങൾക്ക് കാണാം കനകവിമാന സമാനനായി. വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലിൽ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുണ്ടുമുണ്ടതി ശോഭിതമായതിനേഴ് നിലകളും. അങ്ങനെ തന്നെ ഉള്ളിലായി പൊങ്ങും മതിലുകൾ 7 ഒരുപോലെ. 7നും 4 ഗോപുരപ്പന്തിയും ചുഴിവുമായിട്ട് 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപങ്ക്തിയാൽ. അണ്ടർഗോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 14,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരുണ്ട് 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ട് 1 കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ള അതിലർത്ഥമുണ്ടുഗ്രതയോട് നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദം
തങ്കാപഹം പറയാവല്ല നന്ദനും തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ജന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശ ചൂടാരത്ന മെങ്ങുവാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവങ്ങഴിച്ചു പൊട്ടി പുറപ്പെട്ടു കാട്ടീൻ പിന്നെ കുറഞ്ഞോരരിവേ അവിവേകം ആരാമമെല്ലാം തകർത്തു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നേടിനാൻ രക്ഷോവരാത്മജനാകിയ ബാലക നക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലി നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ പ്രത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതര കൊല്ലുമാറില്ല ദൂതന്മാരെയും ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയ്ക്കടയാളപ്പെടുത്തുന്നതും നല്ലതാകുന്നത് എന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതികയ്ക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിയൂരപ്പോൾ അടിയനും പൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാലങ്കയിലുള്ള പടയിൽ ഒന്നുമൊടുക്കിയേ പ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനിക്കാള വിളംബനം തന്നല്ല പോക പുറപ്പെടുക ആശുനാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു ഗുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകപി സംഖ്യീനലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നത്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന ഭൃഗവതി കിങ്കരന്മാർക്ക് കൊടുത്തു ദിശാനന ഹംകൃതിയും തീർത്തു സാഗരാന്തേവലാൽ പങ്കജനേത്രിയെ കൊണ്ടുവിരാപുരം വിഭു പങ്കജനേത്രപരം പുരുഷപ്രഭു. യുദ്ധയാത്ര. ആത്മജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സജ്ഞാത കൗതുകം സംഭവ്യ സാദരം അജ്ഞസാ സുഗ്രീവനോടരുൾ ചെയ്തത് കഞ്ചവിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയമൂത്ത കാലം പടയ്ക്കുമുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം ദക്ഷിണനേത്രസ്ഫുരണമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കരംഭ പ്രമാതി പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറിവൽ പിൻപേ സുമിത്രാത്മജനങ്കോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ. നിർഗമിച്ചീരുക മറ്റുള്ള വീരൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി
ശൂലിതാമനനാം മൈന്ദവൻ വിപദനം ശൂലി സമാനനാം മൈന്ദവൻ വിപദനം പങ്കജസംഭവസ്സുനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാൻ അവനല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടു ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധി വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങീന ആർത്തു വിളിച്ചു കുളിച്ചു പുളച്ചു ലോകാർത്തിരിട്ടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരരീശ്വര രാജ്യം പ്രതിപ്പര മാസ്തയാവേകാൽ നടന്നു തുടങ്ങിന ധാത്രിയിലൊക്കവേ നിറഞ്ഞു പരന്നൊരു പാർത്ഥി നടന്നങ്ങെടുക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും ബക്കുഫലങ്ങൾ ഭുജിക്കുകയും ശൈലവനനാദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കുമഹേന്ദ്രാചലാന്തികേമേവിന മാരുതി തന്നെ കണ്ണദേശേ നിന്ന് പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരാധിതീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശുനാം വാരിയും മുത്തു സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു ചാരാതെ കൽപ്പിക്ക വേണമിനിയുടെ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രികൾ രാത്രിയിൽ മായ വിശാരദന്മാരായ രാത്രിഞ്ചരന്മാരോട് ഉപദ്രവിച്ചിടുവോ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥൻ വാനരവൃന്ദം മകരാലയം കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഖഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭൂമനിസ്വനം അത്യുന്നത തരംഗാഢമഗാധമേ തരുണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരശവൻ പരവശവന്മാരായ കവികളും മന്ദബുദ്ധ്യാ രാമപാർശ്വീ മരുവിന ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിന ചന്ദ്രമുഖി നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിന നൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനെ ഉള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിന
കിം പരാത്മനി സൗഖ്യദുഃഖാദികൾ സമ്പ്രദാതങ്കലില്ല രണ്ടേതുവി സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാപരൻ പൂമാൻ മായാ ഗുണങ്ങളിൽ സംഗതനാകയാൽ വിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമല്ല മധു മൂർഖവേ ഓർത്ത ബുദ്ധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്കഥ ശരതപുത്രരും വർക്കാത്മജാതികളായ കവികളും വാരാനിധിക്ക് വടക്കേക്കര വന്ന് വാരിധിയെ പോലെ പരന്നൂരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മി വരുത്തി വിരവോട് മന്ത്രനികേതം പൂക്കിന്നരുളിയിടിനാൽ മന്ത്രനികേതനം പൂക്കിരുന്നരുളിയിടിനാൽ ആതിഥേയാസുരേന്ദ്രാദികൾക്കുമരും ധാതുരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ തൂക്കോടുവന്നകം പൂക്കുരുവാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞു ഒരു ദീനത കൂടാതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വന്ദിച്ചെന്നുടേ പുത്രനാമക്ഷകുമാരനെയും കൊന്ന് ലങ്കയും ചുട്ടുപൊടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നീ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമില്ലല്ലോ ഒരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും മബ്ദിതൻ ഉത്തരസീരേ മരുവിന കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടേ മന്ത്രികൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നീലൊരാപത്തിനെയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും മിഥം ത്രിവിധമായുള്ളൂ വിചാരവും സാന്നിധ്യമിതമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുത തമ്മിലന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്ദി സദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു നങ്ങളുള്ളത് തീരുവാനായി പ്രതിവാദിച്ചനന്തരം നല്ലതെന്നേ മധ്യമായി വരൂ ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രമതെന്നീ ചിത്താഭിമാനേന ഞാൻ താൻ പറഞ്ഞതും സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞതും
ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യ കാലുഷ്യ ചേതസ്സാ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘവുമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൂ നതമമെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള് ഇംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇതൊന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചിതു മാനസേ. മത്യനാം രാമങ്കൽ നിന്നു ഭയം തപ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിപുത്രിയെ പുരായുധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനീക്ഷിപ്യ പത്തനേ സത്വരം. ബദ്ധ്വാ വിനീക്ഷ്യ പത്തനേ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥതോർക്ക നീ. വിതേശനെ പുരായുധമത്യേ ഭവാൻ ജിത്വാജിതശ്രമം പൂരും ദശാന്തരെ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചത് മത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഓങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാലാരു മറ്റുള്ളതും ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്ത് ചൊല്ലേണമെന്നു. കൈലാസ ശൈലമിളക്കിയെടുത്തുടൻ ആലോലമും മാനമാടിയ കാരണം കാലാരിചന്ദ്രകാസത്തെ നൽകിയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ. ത്രൈലോക്യവാസികളെല്ലാം ഭവത്ബലം ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നാം ഓർക്കിൽ നാണമാ. നാമൊന്നപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നേ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോവുകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിന. മാനമോടിന്നിനി ഞങ്ങളിലേകനേ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനര ജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും പാരമിളപ്പം നമുക്കത്. മൃത്താരിലൂത്തരുളേണം ജഗൽ പ്രഭു നക്തഞ്ചരവരിദ്ധം പറഞ്ഞളവ് വൃത്താവുമൊട്ടു കുറഞ്ഞു ദിശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ പിതൃതൻ അഗ്രജൻ തന്നെ വണങ്ങിന. ഗാഠഗാഠം പുണർന്നോടാമോദം നിജ
പീഠമതിന്മേലിരുത്തിയത് ശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവദാശു കിട്ടുന്നത് നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തുൽപ്രാണഹാനിക്കു തന്നെ ധരിക്കണേ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകയിൽ ഭൂമിയിൽ വാഴ്വാനയക്കില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ വരൻ. സീതയാകുന്നത് മഹാലക്ഷ്മി ഭഗവതി ജാതയാഴ്ത്തവനാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതിവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം മഹാഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളത് മുള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം. ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീർക്കരുതാർക്കുമേ. ശാസനയാലത് മടങ്ങുകയില്ലത്. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനയം നീയത് നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം. ഞാനിതിന്നിനി രാമനെയും മറ്റ് വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മനസ്സേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോകും മുന്നമേ. മോഹിച്ചതാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷന് വന്നിടുമാപത്തു നിർണയമോർത്തു കാണും. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടള ഇന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൽ. മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശുവരുവൻ അനുജ്ഞയെ ചെയ്യേ. നാശരാധീശ്വരനോട് രാവണ വിഭീഷണ സംഭാഷണം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. നിന്നരികത്തങ്ങി ഇരുത്തിത ശാസനൻ ചൊന്നാനവനോട് പഥ്യം ഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദിശാനന കേൾക്കണമെന്നുടേ വാക്കുകൾ ഇന്നു നീ. നല്ലത് ചൊല്ലണമെല്ലാവരും തനിയുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളത് എല്ലാരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനായുള്ളതോർക്ക് നീ രാമനോട് ഇത്ര ലോകത്തിങ്കൽ നക്തഞ്ചരാധിപ
മത്തനുത്തമൻ ഭഗസ്തൻ വികടനും സുത്തഘ്ന ജ്ഞാന്തകാദികളും തഥാ കുംഭങ്ങൾ ജംബുലിമാലി പ്രജംഘനും കുംഭൻ നികുംബൻ നികുംബനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരന്മാരും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസികായനും വേദാന്തകനും നിരാന്തകനും മറ്റു ദേവാരിതികൾ വജ്രദംഷ്ട്രാദിവീരനും യൂപാക്ഷനും ദ്രോണിതാക്ഷനും പിന്നവി വിരൂപാക്ഷ ദ്രുമാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരേ ബന്ധിച്ച വീരന മിന്ദ്രജിത്തിന്നുമാമല്ലവനോടേടു നേരെ പൊരുതിപ്പിച്ചതിന്നാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മനുഷ്യനല്ലകേളാരെന്നറിവാനുമാമെല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വഹിനിയുമല്ലവൻ വൈവസ്വതനും നിരതിയുമല്ല പാശിയുമല്ല ജഗൽ പ്രാണനല്ലവി ദേശനുമല്ലവൻ നേശാനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്രവാസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ പരൻ മോഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങി നേടിനാൽ കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരതയൊക്കെ ഒടുക്കിയിടുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിത് നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലനംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും നിന്തിരുവടി നൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലീ ദേവിയെ കൊണ്ടുകൊടുത്തു തൽപാദാഭുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തവതാരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തന്മതം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തതിപാലകൻ താടകേ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ ആകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടിച്ചു വച്ചു കല്ലാമഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയിൽ മിരിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും
ചെന്ന് ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ? അർണവം ചാടിക്കടന്നവിടേക്കു വന്നർണോജനേത്രേ കണ്ടു പറഞ്ഞുടൻ അഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു. സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ അന്നു നന്ദാഹെന്ന് തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊടുക്കുമതോർക്ക നീ. കാലപുരം ഗമിക്കയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദീ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോ ഉൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിനാൽ വിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും രക്ഷനാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലെല്ലെന്ന നിർണയം തന്നെ തുണയം കൊണ്ടുവരുന്നതിൽ നിന്നു നാമാളല്ല പോകുന്നു വേർവിട്ട് ചെന്നു സേവിക്കും പ്രബലന ബന്ധുക്കൾ എന്ന നേരമതോർത്താൽ ഫലമില്ല മന്നവ. രാമേശ്വര മൃത്യു വരും നേരമായത്തിനുള്ളിൽ എനിക്കതുകൊണ്ട് തോന്നുന്നുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മനസ്സെ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളും അതോർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല കുണ്ടൽ നേർവർണ്ണന ജാനകീ ദേവിയെ കൊണ്ടുകൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നീ നൽകുക ദേവി വംശം മുടിച്ചു കളകായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടോരു നക്തഞ്ജരാധിപനായ ദിശാസ്യനും ക്രുദ്ധനായ സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന്ന് ശത്രുക്കളാകുന്ന ദേവൻ മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരം എന്നോട് ചൊല്ലുകിലാശു നീ വന്ധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നാള് ഓർത്താൻ വിഭീഷണൻ ഭഗവോത്തമൻ മൃത്യുവശഗതനായ പുരുഷൻ സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ പോരു പറഞ്ഞു അവനോടിനി ഞാൻ പറഞ്ഞു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭൂജമെന്നിമ ാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ളതാൾ. സത്വരം നാലമാത്യന്മാരുമായവ നിധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരഥനാലയമിത്രസ്പൃത്രൗക്യവും ദൂരേ പരിത്യജ്യ രാമപദാംബുജം
ദൂരേ പരിത്യജ്യ രാമപദാംബുജം. മാനസത്തെങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണുവണങ്ങിയിടിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കണ്ടാലും രാമയമിങ്ങനില്ലെന്നു നിർണയം. പോയികായിലോ മമചന്ദ്രഹാസത്തിനി നീകാന്ത ഭോജനായി വരും നീയിടൂ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിന, നിന്നുടെ താതനും തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പ നാവതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമേ, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്ഥാർത്ഥികളത്രാദികളോട് മാത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ ജനകാലേ കാലി സീതാഭി ധാതേ ധാനിനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എന്നിങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനീൻ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെയതിന്നന്യഥാത്വം ഭവിക്കുമോ? ആശരവംശന വിനാശനം വരും മുമ്പേ ദാശരഥീ ശരണം ഗതോസ്മി ഞാൻ. ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശനം വരും മുമ്പേ, ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയേ ശരണം ഗതോസ്മി ഞാൻ. ആശരഥം വംശവിനാശനം വരും മുമ്പേ ദാശരഥി ശരണം ഗതോസ്മി ഞാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതമാം. രാമ 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 ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഇതോടുകൂടി 23-ാമത്തെ ദിവസത്തെ രാമായണ പാരായണം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.